ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നമുക്കായിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതായ പഠന വിഷയത്തിലേക്ക് ഞാൻ നേരിട്ട് കടക്കുകയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്നതായ വേദപുസ്തകത്തിന്റെ ചരിത്രമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് ആരംഭിച്ചത്. ഓരോ പുസ്തകത്തിലും ഉള്ളതായ കാര്യങ്ങളും ആ പുസ്തകങ്ങൾ തമ്മിലുള്ളതായ ബന്ധവും ആ പുസ്തകങ്ങൾക്കകത്ത് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നതായ ആത്മീയ ദൂതുകൾ എന്ന് നാം പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലിരിക്കുന്നതായ വേദപുസ്തകം, പ്രത്യേകിച്ച് ഞാൻ ഈ ടോപ്പിക് എടുക്കുവാനുള്ളതായ കാരണം പഴയ നിയമത്തിന്റെ പുസ്തകങ്ങൾ തമ്മിലുള്ളതായ ബന്ധവും അതിലുള്ളതായ കാര്യങ്ങളും അതിൻ്റെ പുതിയ നിയമസഭയോടുള്ളതായ ബന്ധത്തിൽ അതിൻ്റെ ആവശ്യകതയും പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. സോ വി ആർ trying to understand the meaning of the Old Testament and what is the relevance of Old Testament books in our New Testament period. നമ്മുടെ ഈ ന്യൂ ടെസ്റ്റമെന്റ് പീരീഡിൽ പഴയ നിയമ പുസ്തകങ്ങളുടെ ആവശ്യകത എന്ത് എന്നുള്ളതാണ് നമ്മുടെ ഈ പഠനത്തിന്റെ ആധികാരികമായ വിഷയം. എന്നാൽ അത് പഠിക്കുന്നതിന് മുമ്പ് വേദപുസ്തകത്തെ കുറിച്ചുള്ളതായ സാമാന്യമായ ചില കാര്യങ്ങൾ അറിയേണ്ടതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് വേദപുസ്തകത്തിന്റെ വിവിധ പിരിവുകളാണ്. 39 പഴയ നിയമ പുസ്തകങ്ങളെ 3 കാറ്റഗറികളിലായിട്ട് വേദപുസ്തകത്തെ തിരിച്ച് കർത്താവായ യേശു ക്രിസ്തുവും അതുപോലെ വേദപണ്ഡിതാക്കന്മാരും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏതൊക്കെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. അത് പഴയ നിയമ പുസ്തകത്തിന് 39 പുസ്തകത്തിന് മൊത്തമായിട്ട് പറയുന്ന പേര്, ദ നെയിം ഓഫ് ദ ഹോൾ 39 ബുക്സ് ഈസ് നോൺ ആസ് തനാക്ക്. തനാക്ക് എന്നാണ് ആ 39 പുസ്തകങ്ങളെ ഒന്നിച്ചറിയപ്പെടുന്നത്. കഴിഞ്ഞ നമ്മുടെ BBSന് വന്ന കർത്താവിന്റെ ദാസൻ ഇതേ കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. തനാക്ക് എന്ന് പറയുന്നതായ വിഷയം ഞാനത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ബൈബിൾ ക്ലാസ്സിന് എടുത്ത പോർഷനാണത്. അപ്പൊ വാട്ട് ഈസ് തനാക്ക് എന്ന് ചോദിച്ചാൽ, ദ ഹീബ്രു ബൈബിൾ എന്ന് പറയുന്നത് 39 ബുക്സ് ആണ്. ആ 39 ബുക്സിനെ നമ്മൾ വിളിക്കുന്നത് തനാക്ക് എന്ന്. ഈ തനാക്കിനെ നമ്മൾ 3 ഭാഗങ്ങളായിട്ടാണ് കർത്താവ് അതിനെ തിരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ അതിന്റെ പഠനം വരുന്നത് 3 ഭാഗങ്ങളിലാണ് നമ്മൾ ചിന്തിച്ചു. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് തോറയാണ്. തോറ കണ്ടെയ്ൻസ് 5 ബുക്സ്. ദ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, ഫസ്റ്റ് പാർട്ട് ഈസ് നോൺ ആസ് തോറ. ആ തോറ എന്ന് പറയുന്നതായ ഭാഗത്ത് 5 പുസ്തകങ്ങളാണ്. ഏതൊക്കെയാണ് 5 പുസ്തകങ്ങൾ? ഈ 5 പുസ്തകങ്ങൾ എന്ന് പറയുന്നത് മോശയുടെ പഞ്ചൈക ഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ മോശയുടെ 5 പുസ്തകങ്ങൾ, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് മോശയുടെ പുസ്തകങ്ങൾ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ എന്ന കർത്താവിന്റെ ഉപമയിൽ ഒരിക്കൽ കർത്താവ് പറയുവാനായിട്ടിടയായി. എപ്പോഴാണത് പറഞ്ഞത്? ധനവാനും ലാസറും കിടക്കുമ്പോ ആ യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് ധനവാൻ പറഞ്ഞു, കർത്താവ് അബ്രഹാം പിതാവേ, എന്റെ സഹോദരന്മാരും ഞാൻ കിടക്കുന്ന ഇടത്ത് വരാതിരിക്കേണ്ടതിന് ലാസറിനെ ഒന്ന് അത്രോളം വരെ അയക്കണം. അവൻ ചെന്ന് ഇവിടെയുള്ളതായ കാര്യങ്ങൾ പറയുമ്പോ എന്റെ സഹോദരന്മാർ കേട്ട് വിശ്വസിച്ച് അവരെങ്കിലും ഈ സ്ഥാനത്ത് വരാതിരിക്കട്ടെ എന്നൊരു അപേക്ഷ ധനവാൻ അബ്രഹാം പിതാവിനോട് പറയുമ്പോ അവിടെ അബ്രഹാം പിതാവ് പറയുന്നൊരു കാര്യമുണ്ട്. അബ്രഹാം പിതാവ് പറയുന്നതായിട്ട് കർത്താവ് തന്റെ ആ കഥയിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ,
എന്ന് പറഞ്ഞാൽ ജീവനോടെ മോശ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല ആ ഉപമയിൽ കർത്താവ് പറഞ്ഞത്. പിന്നെ എന്താണ്? മോശ എഴുതിയതായ ന്യായപ്രമാണം അവിടെ ഉണ്ടല്ലോ എന്നുള്ളതായ അർത്ഥത്തിലാണ്. അപ്പൊ മോശ എന്ന പുതിയ നിയമം അല്ലെങ്കിൽ മോശയുടെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 5 പുസ്തകങ്ങളാണ്: ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ 5 പുസ്തകങ്ങളാണ്. ബാക്കിയുള്ളതായ തുടർന്നുള്ളതായ പുസ്തകങ്ങളെ നമുക്ക് പ്രവാചകന്മാരുടെ ഗണത്തിൽ 2ാമത്തെ വിഭാഗം എഴുതിയിട്ടുണ്ട്. അതിന് നബീം എന്നാണ് അതിന് എബ്രായ ഭാഷയിൽ പറയുന്നതായ പേര്. 3ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എഴുത്തുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഈ 3 വിഭാഗങ്ങളാണ് നമുക്ക് പഴയ നിയമത്തിന്റെ അല്ലെങ്കിൽ തനാക്കിന്റെ 3 വിഭജനങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്നതായ വേദപുസ്തകം പഠിക്കാൻ എളുപ്പത്തിനായിട്ട് നമ്മൾ 5 ഭാഗങ്ങളായിട്ട് നമ്മളതിനെ തിരിച്ച് പഠിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയാണ് പുസ്തകങ്ങളുടെ ക്രമമെന്നും ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. നിങ്ങൾക്കത് ഓർമ്മയുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച പഠിച്ചതായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ആദ്യമായി ഈ തിരുവെഴുത്ത് മനുഷ്യന് എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. ആദ്യമായി ഇന്നേക്ക് 3500 വർഷങ്ങൾക്ക് മുമ്പ്, around 3500 years before, the Mount സിനായ് പർവ്വതത്തിൽ യഹോവയായ ദൈവം ഇറങ്ങി വരുവാനായിട്ടിടയായി. ആ ഇറങ്ങി വരുന്നതായ യഹോവയായ ദൈവത്തിന്റെ കയ്യിൽ എഴുതപ്പെട്ട ന്യായപ്രമാണവുമായിട്ടാണ് താൻ ഇറങ്ങി വന്നത് എന്ന് നാം വായിക്കാനായിട്ടിടയായി, അല്ലെങ്കിൽ നാം ചിന്തിക്കുവാനായിട്ടിടയായി. അത് ഏതാണ്ട് 30 ലക്ഷത്തിലധികം ആൾക്കാർ സാക്ഷി നിൽക്കെയാണ് യഹോവയായ ദൈവം സീനായ് പർവ്വതത്തിൽ തന്റെ വചനവുമായിട്ട് ഇറങ്ങി വന്ന് ആ വചനം മോശയ്ക്ക് കൈമാറുന്നതായിട്ട് നാം പഠിച്ചത്. അപ്പൊ ആദ്യമായി എഴുതപ്പെട്ടതായ തിരുവചനം, ആ എഴുതപ്പെട്ടതായ റിട്ടൺ തോറ അല്ലെങ്കിൽ റിട്ടൺ തോറ എന്ന് പറയുന്നത് ആദ്യമായി ഭൂമിയിൽ ലഭ്യമായത് സീനായ് പർവ്വതത്തിന്റെ മുകളിൽ വെച്ചാണ്. അത് മനുഷ്യനാരും തന്നതല്ല, യഹോവയായ ദൈവം തന്നെയാണ് നമുക്ക് പ്രൈസ് ദി ലോർഡ് തിരുവചനം മനുഷ്യന് നൽകുവാനായിട്ടിടയായിട്ട് തീർന്നത്. അത് മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിനും അവർ മുഖാന്തരം ലോകത്തെല്ലായിടത്തും കൊടുക്കേണ്ടതിനു വേണ്ടിയാണ് യഹോവയായ ദൈവം അത് മോശയെ ഏൽപ്പിച്ചത് എന്നും നാം ചിന്തിപ്പാനായിട്ടിടയായി. ആ ദൈവത്തിന്റെ ആ തിരുവചനത്തിന്റെ ബാക്കിയുള്ളതായ ചിന്തയിലേക്കാണ് നാം ഇന്ന് കടക്കുന്നത്. അടുത്ത ടോപ്പിക്ക് നാം ചിന്തിക്കുവാൻ പോകുന്നത്, യേശുക്രിസ്തുവിന് മുമ്പ് വേദപുസ്തകത്തിന്റെ വിവിധ തർജ്ജമകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കണം. നമ്മുടെ കയ്യിലിരിക്കുന്നതായ വേദപുസ്തകത്തിന്റെ ശരിയായിട്ടുള്ള ഉൽപ്പത്തി അല്ലെങ്കിൽ ശരിയായിട്ടുള്ളതായ പഠനം നമുക്ക് വേണമെങ്കിൽ അത് എങ്ങനെയാണ്, ഇതിന്റെ ആദ്യ ഭാഗങ്ങൾ അല്ലെങ്കിൽ ആദിമ വേദപുസ്തകം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിന് മുമ്പ് ഉപയോഗിക്കപ്പെട്ടിരുന്നതായ അല്ലെങ്കിൽ ലഭിച്ചിരുന്നതായ തിരുവെഴുത്തിന്റെ തർജ്ജിമകളുണ്ട്. യേശുക്രിസ്തുവിന് മുമ്പ് 66 പുസ്തകങ്ങൾ ഇല്ലായിരുന്നു എന്നോർക്കണം. യേശുക്രിസ്തുവിന് മുമ്പ് ന്യായപ്രമാണമായ 39 അല്ലെങ്കിൽ തനാക്ക് എന്നുള്ളതായ 39 പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് യേശുക്രിസ്തു ഉദ്ധരിച്ചതും, അതിൽ നിന്നാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും, അതിൽ നിന്നാണ് അപ്പോസ്തലന്മാർ യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന് മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുത്തത്. ഭാഗ്യവശാൽ അതിനുശേഷം പുതിയ നിയമസഭയിലേക്ക് പുതിയ നിയമ പ്രതികൾ അല്ലെങ്കിൽ പുതിയ നിയമ വേദപുസ്തകം നമുക്ക് ലഭ്യമാകുവാനായിട്ടിടയായിട്ട് തീർന്നു. അത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന് മുമ്പുള്ളതായ ഡിഫറെന്റ് ട്രാൻസ്ലേഷൻസ് ബിഫോർ ക്രൈസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം.
ഒന്നാമത് തനാക്കാണെന്ന് ഞാൻ പറഞ്ഞു. തനാക്ക് എന്ന് പറയുന്നത് എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ടതായ തിരുവെഴുത്ത. തനാക്ക് എത്ര പുസ്തകങ്ങളുണ്ട്? ഫ്രം ജനസിസ് ടു മലാക്കി. നമ്മുടെ കയ്യിലിരിക്കുന്നതായ വേദപുസ്തകത്തിന് പ്രകാരം 39 പുസ്തകങ്ങളാണ് അതിനകത്തുള്ളത്. തനാക്ക് എന്ന് പറയുന്നതായ എബ്രായ വേദപുസ്തകത്തിൽ ദൈവം പറഞ്ഞു കൊടുത്തതായ വചനം മോശ എഴുതി. the leader started to write the books as first 5 books of the Bible and is called the Torah. മോശ അത് എഴുതി തുടങ്ങിയതാണ്. തോറ എന്നുള്ളതാണ് ആദ്യമായിട്ട് എഴുതിയത്. അതിനെ തുടർന്ന് ചരിത്ര പുസ്തകങ്ങൾ വന്നു. ഇസ്രയേലിന്റെ ഹോൾ ചരിത്രം, ഇസ്രയേലിന്റെ ചരിത്രം എന്ന് പറയുമ്പോ അതിനകത്ത് ലോക ചരിത്രമുണ്ട് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലായോ? ഇസ്രയേലിന്റെ ചരിത്രമാണ് വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒടുവിലത്തെ അധ്യായം വരെ. ഇസ്രയേലിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു വേദപുസ്തകമില്ല. ഇസ്രയേലിന്റെ ചരിത്രം മാറ്റിവെച്ച് there is no Bible. അപ്പോ ഇസ്രയേലിന്റെ ചരിത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ വേദപുസ്തകം പഠിക്കണം. വേദപുസ്തകം പഠിക്കണമെന്നുണ്ടെങ്കിൽ we should know the history of Israel. ഇസ്രയേലിന്റെ ചരിത്രം നാം മനസ്സിലാക്കിയെങ്കിലേ പറ്റുകയുള്ളൂ. അപ്പോ ആ വിഷയമാണ് പഴയ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതായ 39 പുസ്തകങ്ങൾ. അത് എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ടതാണ്. തനാക്ക് എന്നാണ് ആ ഒന്നാമത്തെ ബൈബിളിന്റെ പേര്. അത് മറന്നു പോകരുത്. തനാക്ക് അത് ഏൻഷ്യന്റ് ഹീബ്രു ലാംഗ്വേജിലാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ ക്രിസ്തുവിന് മുമ്പുള്ളതായ രണ്ടാമത്തെ ബൈബിളാണ് അരാമിക് ബൈബിൾ. അരാമിക് ഭാഷയിൽ എഴുതപ്പെട്ടതായ ബൈബിൾ. BC 720 മുതൽ BC 595 വരെയുള്ളതായ കാലഘട്ടങ്ങളിൽ എന്താ സംഭവിച്ചത്? ചരിത്രത്തിൽ എന്താ സംഭവിച്ചത് നമുക്കറിയാം. BC 720 കൃത്യമായി പറഞ്ഞാൽ BC 722 അശൂർ രാജാവ് വന്ന് വടക്കേ രാജ്യമെന്നറിയപ്പെടുന്ന ഇസ്രയേലിന്റെ 12 ഗോത്രങ്ങളെ അടിമകളാക്കി കൊണ്ടുപോയി. ഒരു പ്രവാസികളായി മാറ്റപ്പെട്ടു. അതിനുശേഷം ഏതാണ്ട് 100 വർഷം കഴിഞ്ഞപ്പോ 100 വർഷം കഴിഞ്ഞപ്പോ യഹൂദയുടെ പാപനിമിത്തം തെക്കേ രാജ്യം എന്നറിയപ്പെടുന്നതായ യഹൂദ രാജ്യം എന്ത് ചെയ്തു? ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് യെരുശലേമിനെ പിടിച്ച് അവിടെയുള്ളതായ യഹൂദന്മാരെ പ്രവാസികളായി ബാബിലോണിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയായി. അപ്പോ BC 720 മുതൽ അല്ലെങ്കിൽ 720 മുതൽ BC 595 വരെയുള്ളതായ അത്രയും കാലഘട്ടത്തിനിടയ്ക്ക് ഇസ്രയേലിലെ 12 ഗോത്രങ്ങളും പ്രവാസികളായി പിടിക്കപ്പെട്ടു. അങ്ങനെ പ്രവാസികളായി പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ലേവ്യർ ഒരു ഭാഗത്ത്, യഹൂദ ഗോത്രം വേറൊരു ഭാഗത്ത് പ്രോപ്പറായിട്ട് തിരുവെഴുത്ത് വായിക്കുവാനോ അത് പൊരുൾ തിരിച്ചു കൊടുക്കുവാനോ അത് വായിക്കാൻ അറിയാവുന്നവരോ അവരുടെ ഇടയിൽ കുറഞ്ഞു വരുവാനായിട്ടിടയായി തീർന്നു. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ഇടയിൽ ഇല്ലാതായി വന്നു. അങ്ങനെ അവരുടെ കൈവശമുണ്ടായിരുന്ന ഒറിജിനൽ ബൈബിൾ നാമാവശേഷമായി തീരുവാനിടയായി. അതായത് ഏൻഷ്യന്റ് ഹീബ്രുവിൽ എഴുതിയതായ തനാക്ക് അവർക്ക് നഷ്ടപ്പെടുവാനായിട്ടിടയായിട്ട് തീർന്നു. പക്ഷേ ബാബിലോണിൽ എത്തിയതായ പണ്ഡിതന്മാരായ യഹൂദന്മാർ ഉണ്ടായിരുന്നു. പണ്ഡിതന്മാരായ ശാസ്ത്രിമാർ, ലേവ്യ ഗോത്രത്തിൽപ്പെട്ടതായ ശാസ്ത്രിമാരുണ്ടായിരുന്നു. അതിൽ ഒരു മഹാനായ പണ്ഡിതനാണ് നാം അറിയുന്ന എസ്രാ പുരോഹിതൻ എന്ന് പറയുന്നത്. എസ്രായെ നമുക്കറിയാം. ദിനവൃത്താന്ത പുസ്തകങ്ങൾ കഴിഞ്ഞാൽ അടുത്ത പുസ്തകം എസ്രായുടെ പുസ്തകമാണ് എന്ന് വേദപുസ്തകം വായിക്കുന്നത് എല്ലാവർക്കും അറിയാം. ആ എസ്രാ എന്ന് പറയുന്നത് പ്രവാസകാലത്ത് ജീവിച്ചിരുന്നതായ ഏറ്റവും വലിയ പണ്ഡിതനായ തിരുവെഴുത്തിന്റെ പണ്ഡിതനായ എസ്രാ ശാസ്ത്രിയാണ്. ആ എസ്രാ ശാസ്ത്രിയും
തന്നോട് കൂടെ ഉള്ളതായ ആൾക്കാരും കൂടെ ചേർന്ന് കൂടെയുള്ളതായ മറ്റൊരു പണ്ഡിതനാണ് ആര്? നമ്മൾ വായിക്കുന്നതായ നെഹമ്യാവും കൂട്ടരും കൂടെ ചേർന്ന് ഈ തനാക്കിനെ പുതിയ ഭാഷയിലേക്ക് അത് തർജ്ജമ ചെയ്യുവാനായിട്ടിടയായി. ആ പുതിയ ഭാഷ ഏതായിരുന്നു? ബാബിലോണിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അരാമ്യ ഭാഷയാണ്. ബാബിലോണിലെ ഭാഷയാണ് അരാമ്യ ഭാഷ എന്ന് പറയുന്നത്. ആ അരാമ്യ ഭാഷയിലേക്ക് അവർ അത് തനാക്ക് നഷ്ടപ്പെട്ടു പോകരുത്, മോശയുടെ ന്യായപ്രമാണങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതായ ചിന്തയോടുകൂടെ അവർ അത് തർജ്ജമ ചെയ്യുവാനായിട്ട്, വിവർത്തനം ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ വിവർത്തനം ചെയ്ത് കിട്ടിയതായ രണ്ടാമത്തെ ബൈബിളാണ് എന്ത്? അരാമിക് ബൈബിൾ എന്ന് പറയുന്നത്. ഈ അരാമിക് ബൈബിളിന്റെ പ്രത്യേകത, അതിന്റെ ലിപികൾ എന്ന് പറയുന്നത് ഏതാണ്ട് എബ്രായ ഭാഷയോട് തുല്യമാണ്. എബ്രായ ലിപികളോട് തുല്യമാണ് അരാമ്യ ലിപികൾ. പക്ഷെ ഉച്ചാരണത്തിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ലിപികൾ ഏതാണ്ട് ഒരുപോലെയാണെങ്കിലും ഉച്ചാരണത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോ ഏതാണ്ട് എബ്രായ ഭാഷയോടുകൂടെ തന്നെ കിടപിടിക്കുന്നതായ രണ്ടാമത് നിലവിൽ വന്നതായ ബൈബിളാണ് അത് അരാമിക് ബൈബിൾ. ആധുനിക അല്ലെങ്കിൽ മോഡേൺ ഹീബ്രു ലാംഗ്വേജുമായിട്ട് വളരെ സാമ്യമുള്ളതായിരുന്നു അരാമ്യ ഭാഷ. അതുകൊണ്ട് ഇപ്പോൾ യഹൂദന്മാർ ഉപയോഗിക്കുന്നതായ മോഡേൺ ഹീബ്രു ബൈബിൾ എന്ന് പറയുന്നത് അരാമ്യ ഭാഷയുമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കുവാൻ കഴിയുന്നതാണ്. അപ്പോ അങ്ങനെ രണ്ട് ലിപികളിൽ ക്രിസ്തുവിന് മുമ്പ് വേദപുസ്തകം, ഒറിജിനൽ വേദപുസ്തകം ലഭ്യമാകുവാനായിട്ടിടയായി. ഓർമ്മ വേണം ഏതൊക്കെയാണ്? ഒന്ന്, വേദപുസ്തകം എഴുതപ്പെട്ടതായ പുരാതന എബ്രായ ഭാഷ, ഏൻഷ്യന്റ് ഹീബ്രു ലാംഗ്വേജ്. രണ്ടാമത് വേദപുസ്തകം തർജ്ജമ ചെയ്യപ്പെട്ടതായ അരാമിക് ബൈബിൾ. ഈ രണ്ട് ബൈബിളായിരുന്നു ആദ്യം നിലവിലുണ്ടായിരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ വിഭാഗത്തിലേക്ക് പോകാം. പ്രവാസത്തിൽ നിന്ന് 70 വർഷത്തെ പ്രവാസം കഴിഞ്ഞ് യഹൂദന്മാർ തിരിച്ചു വരുമ്പോ യഹൂദന്മാരിൽ എല്യാശീം എന്ന പേരുള്ളതായ ഒരു മഹാപുരോഹിതൻ ഉണ്ടായിരുന്നു. മഹാപുരോഹിതന്റെ പേര്, അന്നത്തെ മഹാപുരോഹിതന്റെ പേര് എല്യാശീം എന്നായിരുന്നു. ഈ എല്യാശീം എന്ത് ചെയ്തു? തിരിച്ചു വന്ന യഹൂദയിലെത്തിയപ്പോ അല്ലെങ്കിൽ യെരുശലേമിൽ വന്നപ്പോ യെരുശലേം മുഴുവനും അശൂർ രാജ്യത്തു നിന്ന് വന്നതായ ജനങ്ങളെ കൊണ്ട് നിബിഡമാണ്, അല്ലെങ്കിൽ ജാതീയ ആൾക്കാരെ കൊണ്ട് അവിടെ നിറഞ്ഞിരിക്കുകയാണ്. എല്യാശീബ് വന്നപ്പോ താൻ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുവാനായിട്ടിടയായി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അബദ്ധമാണ്. എന്താണ് സംഭവം? ഈ പുരോഹിതൻ തനിക്ക് നിഷിദ്ധമായിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് താൻ ചെന്ന് ചാടുവാനായിട്ടിടയായി. എന്താണ് ആ നിഷിദ്ധമായ കാര്യം? ഒരു ജാതീയ സ്ത്രീയുമായിട്ട് താന് സ്നേഹബന്ധം പുലർത്തുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അങ്ങനെ ജാതീയ ബന്ധത്തിൽ ഒരു സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ ജാതീയ സ്ത്രീയുമായിട്ടുള്ളതായ ബന്ധം വന്നു കഴിഞ്ഞപ്പോ അന്ന് ഗവർണറായിരുന്നത്, യെരുശലേമിന്റെ ഗവർണറായിരുന്നത് നെഹമ്യാവായിരുന്നു. നെഹമ്യാവ് വളരെ ഭക്തനും അതുപോലെ ന്യായപ്രമാണത്തിൽ അഗാധ പാണ്ഡിത്യമുള്ളവനും മോശയുടെ ന്യായപ്രമാണത്തോടെ ചേർന്ന് നിൽക്കുന്നതായ ഒരു ദൈവഭക്തനായിരുന്നു ആര്? നെഹമ്യാവ് എന്ന് പറയുന്നതായ യഹൂദൻ. നമുക്കറിയാം നെഹമ്യാവ് ഇരുന്ന് കരഞ്ഞതും ഉപവസിച്ചതും ഒറ്റയ്ക്ക് പോയി ഇടിഞ്ഞു കിടന്നതായ മതില് കണ്ടതും പിന്നെ മതില് പണിക്കുള്ളതായ നേതൃത്വം കൊടുത്തതും ഒക്കെ നമുക്ക് വളരെ സുപരിചിതമായ കാര്യമാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ. അപ്പൊ നെഹമ്യാവ് ഈ കാര്യം അറിഞ്ഞു. ഏത് കാര്യം? മഹാപുരോഹിതനായ എല്യാശീം ജാതീയ സ്ത്രീയുമായിട്ട് സ്നേഹബന്ധത്തിലായി എന്നുള്ളതായ കാര്യം അറിയുവാനായിട്ടിടയായി. ഇത് നെഹമ്യാവിന് ഒട്ടും സഹിച്ചില്ല. നെഹമ്യാവ് എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ
പുരോഹിത സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുവാൻ നെഹമ്യാവ് തീരുമാനിച്ചു. അതനുസരിച്ച് നെഹമ്യാവ് എല്യാശീബിനോട് നിർബന്ധമായിട്ട് ആവശ്യപ്പെട്ടു, മഹാപുരോഹിത സ്ഥാനം ഒഴിയണം. കാരണം മഹാപുരോഹിത സ്ഥാനത്തിരുന്നു കൊണ്ട് ന്യായപ്രമാണത്തിന് വിരുദ്ധമായ കാര്യങ്ങൾക്കകത്ത് അകപ്പെടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഗവർണറായിരുന്നതായ നെഹമ്യാവ് എല്യാശീബിനോട് ആ സ്ഥാനം വിട്ടുകൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ സ്ഥാനം ഒഴിയുവാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ എല്യാശീബിന് ആ സ്ഥാനം ഒഴിയുവാൻ ഒരു താല്പര്യമുണ്ടായില്ല. അതേസമയം തന്നെ ആ സ്നേഹബന്ധത്തിൽ നിന്ന് മാറുവാനും എല്യാശീബ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് എന്താ ചെയ്തത്? എല്യാശീബിന്റെ ഭാര്യയുടെ പിതാവായ തോബിയാവ്, നമുക്ക് ഈ തോബിയാവിനേക്ക് നല്ല പരിചയമാണ്. തോബിയാവ് ആരാണെന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായല്ലോ. സൻബല്ലത്തും തോബിയാവും ഒക്കെ നെഹമ്യാവിന്റെ മതിൽ പണിക്ക് എതിരായിട്ട്, ഇസ്രായേലിന്റെ ആലയം പണിക്കൊക്കെ എതിരായിട്ട് ശക്തിയോടെ നിന്നതായ വ്യക്തികളാണ്. അപ്പോ ആലയം പണിക്കെതിരായിട്ട് നിന്നതായ വ്യക്തിയാണ് ആര്? തോബിയാവ്. തോബിയാവ് ആരാണ്? എല്യാശീബിന്റെ ഭാര്യ പിതാവാണ്. ആ ഭാര്യാപിതാവായ തോബിയാവുമായിട്ട് ഈ വിഷയം എല്യാശീബ്, അതായത് മരുമോനും അപ്പനും തമ്മിൽ ആ വിഷയം സംസാരിക്കുവാനായിട്ടിടയായി. മരുമോൻ ചെന്നെന്ത് പറഞ്ഞു കാണും? എല്യാശീബ് ചെന്നെന്തോ പറഞ്ഞു കാണും തോബിയാവിന്റെ അടുത്ത്? ഞാൻ മഹാപുരോഹിത സ്ഥാനം വിട്ടുകൊടുക്കണമെന്ന് നെഹമ്യാവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഈ ബന്ധം തുടരുവാനായിട്ട് കഴിയുകയില്ല, കാര്യങ്ങൾ വളരെ ഗുരുതരമാണ് എന്ന് ഭാര്യാപിതാവായ തോബിയാവിനോട് പറയുവാനായിട്ടിടയായി. പക്ഷേ തോബിയാവ് എന്ന് പറയുന്ന വ്യക്തി മഹാസൂത്രശാലിയായിരുന്നു. അതുകൊണ്ട് തോബിയാവ് പറഞ്ഞു, യാതൊരു കാരണവശാലും ഈ മഹാപുരോഹിത ശുശ്രൂഷ നീ വിട്ടുകളയേണ്ട കാര്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി? നിന്റെ കയ്യിലിരിക്കുന്നതായ ന്യായപ്രമാണം ശമരിയരുടെ ഭാഷയിൽ, അതായത് ഇവിടെ ശമരിയക്കാരാണ് കൂടുതൽ പാർത്തിരുന്നത്. എപ്പോ യഹൂദന്മാർ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്നതിന് മുമ്പ് ശമരിയക്കാരുടെ ആവാസസ്ഥാനമായിരുന്നു യെരുശലേം. അതിന്റെ ചരിത്രമൊക്കെ നമുക്ക് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിന്റെ ഒടുവിലത്തെ അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. ആ ചരിത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം നിങ്ങളുടെ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി. അത് നമ്മൾ വിശദമായി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം ചിന്തിക്കുമ്പോൾ ആ വിഷയം പഠിക്കും. അശൂർ രാജാവ് വന്ന് ഇസ്രായേലിലെ ഒടുവിലത്തെ രാജാവായ ഹോശയെ കീഴ്പ്പെടുത്തി ഇസ്രായേലിനെ എന്ത് ചെയ്തു? അവിടെ നിന്ന് ശമരിയയിൽ നിന്ന് പിടിച്ച് അശൂരിലേക്ക് കൊണ്ടുപോയി. അശൂരിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ നിന്നുള്ളതായ സകല ഇസ്രായേലിനെയും, അല്ലെങ്കിൽ ശമരിയായിരുന്നു ഇസ്രായേലിന്റെ തലസ്ഥാനം. ഇസ്രായേൽ എന്ന് പറയുന്നത് 10 ഗോത്രങ്ങളുടെ വടക്കേ രാജ്യമാണ്. ആ വടക്കേ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നത് ശമരിയ പട്ടണമാണ്. ആ ശമരിയ പട്ടണത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ഇസ്രായേലിയ മക്കളെയും അശൂരിലേക്ക് കൊണ്ടുപോയി. പകരം ശമരിയയിൽ അശൂരിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ശമരിയയിൽ പാർപ്പിച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇസ്രായേലിന്റെ പാപം നിമിത്തം യഹോവയായ ദൈവം ഇസ്രായേലിനെ ആർക്ക് ഏൽപ്പിച്ചു കൊടുത്തു? അശൂർ രാജാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അശൂർ രാജാവ് വന്ന് ഇസ്രായേലിനെ കീഴടക്കി. ഇസ്രായേലിന്റെ തലസ്ഥാനം ശമരിയ പട്ടണമായിരുന്നു. ശമരിയയിൽ നിന്ന് എല്ലാ ഇസ്രായേലിനെയും അശൂർ രാജാവ് എന്ത് ചെയ്തു? പിടിച്ചുകൊണ്ട് അശൂറിലേക്ക് കൊണ്ടുപോയി. ശമരിയ പട്ടണം ഒഴിഞ്ഞു. പക്ഷെ ഒഴിഞ്ഞതായ ശമരിയ പട്ടണത്തിൽ അശൂർ പൗരന്മാരെ കൊണ്ട് അവിടെ പാർപ്പിച്ചു. അശൂർ പൗരന്മാരെ കൊണ്ട് പാർപ്പിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ഇവർക്ക് വല്ലാത്ത രോഗം പിടിച്ചു. ഈ വന്നു പാർത്ത അശൂര്യർക്ക് വല്ലാത്ത രോഗം പിടിച്ചു. വല്ലാത്ത രോഗം പിടിച്ചവർക്ക് ചികിത്സയൊന്നും ഫലിക്കുന്നില്ല. വല്ലാത്ത കഷ്ടത്തിലായി കഴിഞ്ഞപ്പോ ഇതിന്റെ കാരണം അശൂർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, കാരണം ഇതാണ്,
ഇവിടെ ഇസ്രായേൽ അവരുടെ ദൈവമായ യഹോവയെ ആരാധിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പൊ അവിടെ എന്തില്ല? അവിടെ യഹോവയായ ദൈവത്തിന് ആരാധന കൊടുക്കുവാൻ ജനമില്ല. പകരം അശൂര്യരുടെ ദേവന്മാരും ബാൽ വിഗ്രഹങ്ങളും അശേരാപ്രതിഷ്ഠയും കൊണ്ട് ശമര്യയും ചുറ്റുമുള്ളതായ സ്ഥലമെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ ദൈവമായ യഹോവയായ ദൈവത്തിന്റെ കോപമാണിത്. ആ കോപം കൊണ്ടാണ് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഈ രോഗം പിടിച്ചത് എന്ന് രാജാവിന് ഇൻഫർമേഷൻ കൊടുത്തു. രാജാവ് എന്ത് പറഞ്ഞു? അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാം. എന്താ പരിഹാരം? പിടിച്ചുകൊണ്ടുപോയല്ലോ ഇസ്രായേലിനെ. ഇസ്രായേലിൽ നിന്ന് ഈ ദൈവത്തെ ആരാധിക്കാൻ അറിയാവുന്ന കുറെ പേരെ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ച് യഹോവയായ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് ഇവരെ പഠിപ്പിക്കാനായിട്ട് പറഞ്ഞു. നേരത്തെ തന്നെ അവിടെ പാർത്തിരുന്നതായ ഇസ്രായേലൊക്കെ യഹോവയായ ദൈവത്തെ ആരാധിക്കാൻ മടി കാണിച്ച് ബിംബങ്ങളിലേക്ക് തിരിഞ്ഞത് കൊണ്ടാണ് അവരെ അശൂർ രാജാവിന് യഹോവയായ ദൈവം ഏൽപ്പിച്ചു കൊടുത്തത്. അവരെയാണ് ദൈവത്തെ ആരാധിക്കുവാൻ ഈ അശൂർ പൗരന്മാരെ പഠിപ്പിക്കേണ്ടതിന് ജനത്തെ കൊണ്ടുവന്നത്. എങ്ങനെ ആരാധന ശരിയാകും? പ്രൈസ് ദി ലോർഡ്. ഏതായാലും അവിടെ വന്നു പാർത്തതായ ഇസ്രായേലും ഈ ശമരിയാക്കാരും കൂടെ പിന്നെ ഇടകലർന്നു. അവരെയാണ് പുതിയ നിയമത്തിൽ നമ്മൾ ശമരിയാക്കാരെന്ന് വിളിക്കുന്നതായ കൂട്ടം. അപ്പൊ ശമരിയാക്കാരുടെ ഉത്ഭവം അങ്ങനെയാണ്. അപ്പൊ ശമരിയാക്കാരെന്ന് പറയുന്നത് ഇസ്രായേലിന്റെയും മെജോറിറ്റി അശൂര്യരുടെയും ഒരു സങ്കര ജാതിയാണ് ശമര്യർ. എവരും ആരാധിക്കുന്നത് ആരെയാണ്? യഹോവയായ ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്ന് പറയുന്നു. എങ്കിലും ആ അശൂര്യരുടെ ആചാരക്രമം അനുസരിച്ച്, അവരുടെ ദൈവത്തെ ആചരിക്കുന്നതിനനുസരിച്ച്, അവരുടെ ദൈവത്തിന് യാഗമർപ്പിക്കുന്നതിനനുസരിച്ചാണ് ആരാധനയല്ല. അതുകൊണ്ട് തന്നെ യഹൂദന്മാരുടെ ആരാധനയിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ടാണ് അവിടെ പാർക്കുന്ന ശമര്യർ ആരാധിച്ചുകൊണ്ടിരുന്നത്. അവരിൽ നിന്നൊരുവനെയാണ് എലിയാശിബ് എന്ന് പറയുന്നതായ മഹാപുരോഹിതൻ കല്യാണം കഴിച്ചത്. അവരിൽ നിന്ന് ഒരു സ്ത്രീയാണ്. അപ്പോ എലിയാശിബിനോട് തോബിയാവ് എന്താ പറഞ്ഞത്? നീ എന്തായാലും ഇവിടെയാണല്ലോ മഹാപുരോഹിതനായിരിക്കുന്നത്, അതുകൊണ്ട് നിന്റെ മഹാപുരോഹിത സ്ഥാനം നീ വിട്ടുകൊടുക്കണ്ട. നീ ആ കയ്യിലിരിക്കുന്നതായ എബ്രായ ബൈബിള് ശമരിയ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യണം. ശമരിയ ബൈബിളിലേക്ക് തർജ്ജിമ ചെയ്യുമ്പോ അവിടെ ആവർത്തന പുസ്തകത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അവിടെ എന്താണ് മാറ്റം വരുത്തേണ്ടത്? ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കുന്നു. ആവർത്തന പുസ്തകത്തിൽ ദൈവജനമേ, ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്ന നാളിൽ നിങ്ങൾ എനിക്ക് ഗെർസീൻ മലയിൽ ഒരാലയം ഉണ്ടാക്കണം എന്ന് എഴുതി ചേർത്തു. അങ്ങനെ വിവർത്തനം ചെയ്യപ്പെട്ടതായ ന്യായപ്രമാണമായിരുന്നു ശമരിറ്റൻ ബൈബിൾ എന്നറിയപ്പെട്ടിരുന്നത്. അങ്ങനെയാണ് ഗെർസീൻ മലയിൽ ഒരാലയം പണിയുവാനായിട്ട് ഉള്ളതായ ചിന്ത വന്നതും ശമരിയക്കാർ അവിടെ ആലയം പണിതതും. ഇനി ഞാൻ നിങ്ങളെ അല്പം കൂടെ മുന്നോട്ട് ഓടിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോ താൻ ഒരിക്കൽ യഹൂദയിൽ നിന്ന് ഗലീലയിലേക്ക് പോകുന്ന വഴി ശമരിയയിൽ തങ്ങിയ കാര്യം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കാനായിട്ട് കഴിയും. അവിടെ ആ ശമരിയക്കാരി സ്ത്രീയും കർത്താവുമായിട്ട് ഇങ്ങനെ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ശമരിയക്കാരി സ്ത്രീയുടെ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കഴിഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനോട് ആരാധനാ വിഷയങ്ങൾ സംസാരിച്ചപ്പോ ശമരിയക്കാരി സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പറയുന്നത് ദൈവത്തെ ഈ മലയിൽ ആരാധിക്കണമെന്നാണ്, പക്ഷെ യഹൂദന്മാർ പറയുന്നത് യെരുശലേമിൽ ദൈവത്തെ ആരാധിക്കണമെന്നാണ്. അപ്പൊ ഈ മല എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. ഈ മല എന്ന് പറയുന്നത് എലിയാശീബിന്റെ കാലത്ത് പ്രൈസ് ദി ലോർഡ് ന്യായപ്രമാണത്തിന് വേണ്ടതായ വ്യതിയാനം വരുത്തി യെരുശലേം ദേവാലയത്തിന് പകരം ഗെർസീം മലയിൽ
പണിതതായ ശമരിയക്കാരുടെ ദേവാലയമായിരുന്നു അത്. ആ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നതിന് ആവശ്യമായ വ്യതിയാനങ്ങൾ വരുത്തി എബ്രായ വേദപുസ്തകം അല്ലെങ്കിൽ എബ്രായ ന്യായപ്രമാണം തിരുത്തി എഴുതിയതാണ് മൂന്നാമത്തെ ബൈബിൾ. ക്രിസ്തുവിന് മുമ്പുള്ളതായ മൂന്നാമത്തെ ബൈബിളായ സമരിത്യൻ ബൈബിൾ. അപ്പൊ ഒന്നാമത്തെ ബൈബിൾ എന്ന് പറയുന്നത് മോശയ്ക്ക് കൊടുത്തതായ തനാക്ക്, രണ്ടാമത്തെ ബൈബിൾ എന്ന് പറയുന്നത് അരാമ്യ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതായ ബൈബിള്, മൂന്നാമത് ശമര്യക്കാർക്ക് വേണ്ടി ചില കാര്യങ്ങൾ മാറ്റിയെടുത്ത് വിവർത്തനം ചെയ്യപ്പെട്ടതായ ശമരിത്യൻ ബൈബിൾ. ആ ശമരിത്യൻ ബൈബിൾ ഇപ്പോ ഒരു കണക്കിന് പറഞ്ഞാൽ നിലവിലില്ല എന്ന് വേണം ചിന്തിക്കുവാൻ. അത് ക്രിസ്തുവിന് മുമ്പ് ഉണ്ടായിരുന്ന ബൈബിളിനെ കുറിച്ച് പറഞ്ഞപ്പോ അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നാലാമത്തെ ബൈബിൾ വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. അത് നാം വേദപുസ്തകം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ ആ കാര്യം നമ്മുടെ മനസ്സിൽ വേണം. കുറെ കാലം കഴിഞ്ഞിട്ട് ഈ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോഴുള്ളതായ കാര്യമാണ്. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോ ഈ ഇസ്രായേൽ ഗ്രീസിന്റെ അടിമത്വത്തിലേക്ക് ആയിപ്പോയ ചരിത്രം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ കീഴിലായി. ഗ്രീക്ക് സാമ്രാജ്യത്തിൽ അലക്സാണ്ടറിന് ശേഷം ഗ്രീക്ക് സാമ്രാജ്യം 4 ഡിവൈഡ് ചെയ്യപ്പെട്ടു. അതിൽ ഒരു ഭാഗമെന്ന് പറയുന്നത് 4 ഭാഗങ്ങളും എന്താണെന്നറിയാമോ? അലക്സാണ്ടറിന്റെ കീഴിലുണ്ടായിരുന്ന 4 സേനാ നായകന്മാർ ഈ ഗ്രീക്കിന്റെ കീഴിൽ ഉണ്ടായിരുന്നതായ സാമ്രാജ്യങ്ങളെല്ലാം ഡിവൈഡ് ചെയ്തെടുത്തു. 4 സാമ്രാജ്യങ്ങളായി അത് ഡിവൈഡ് ചെയ്യപ്പെട്ടു. അതിൽ ടോളമി എന്ന് പറയുന്നതായ ഈജിപ്റ്റ് ഭരിക്കുന്നതായ ഭരണാധികാരിയുടെ കീഴിലേക്ക് ഇസ്രയേൽ വന്നു ചേരുവാനായിട്ടിടയായിട്ട് തീർന്നു. അപ്പോ ക്രിസ്തുവിന് തൊട്ട് മുമ്പ് റോമാക്കാരുടെ ആധിപത്യത്തിനൊക്കെ മുമ്പ് ഏതാണ്ട് BC 270-250 ആരുടെ കീഴിലായി ഇസ്രയേൽ അല്ലെങ്കിൽ പാലസ്തീൻ മുഴുവനും ടോളമിയുടെ കീഴിലാകുവാനായിട്ടിടയായിട്ട് തീർന്നു. ടോളമിയുടെ കീഴിലായി കഴിഞ്ഞപ്പോ ആ ടോളമി ഫിലാഡൽഫിൻ എന്നതായ ഗ്രീക്ക് രാജാവിന്റെ കീഴിലായപ്പോ അവരോട്, യഹൂദന്മാരോട് തങ്ങളുടെ കയ്യിലുള്ളതായ തനാക്ക് എന്ത് ചെയ്തു? ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്യേണ്ടി വന്നത്? അന്നത്തെ കോമൺ ഭാഷ ഗ്രീക്ക് ഭാഷയായി ലോകത്തെല്ലായിടത്തും വ്യാപിപ്പാനായിട്ടിടയായി. അതിനുവേണ്ടിയാണ് അലക്സാണ്ടർ ഗ്രീസിൽ നിന്ന് പുറപ്പെട്ടത്. മാസഡോണിയയിൽ നിന്ന് അലക്സാണ്ടർ പുറപ്പെട്ടത് അതിനുവേണ്ടിയാണ്. ഗ്രീക്ക് സാമ്രാജ്യം ലോകം മുഴുവനും പരത്തണം. അങ്ങനെ ഗ്രീക്കിലെ വിശ്വാസമായ ഹെലനിസം ലോകത്തെല്ലായിടത്തും സ്ഥാപിക്കണമെന്നുള്ളതായ ആ ഉദ്ദേശത്തോടു കൂടിയാണ് അലക്സാണ്ടർ തന്റെ യുദ്ധ സംരംഭം ആരംഭിച്ചത്. അങ്ങനെ താൻ പോകുന്നിടത്തെല്ലാം ഹെലനിസം സ്ഥാപിക്കേണ്ടതിന് ആവശ്യമായ സകല കാര്യങ്ങളും അലക്സാണ്ടർ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ താന് ഇന്ത്യയിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് താൻ ഇസ്രയേലിൽ ചെല്ലുവാനായിട്ടിടയായി. പക്ഷെ ഇസ്രയേലിനെ പൂർണ്ണമായും കീഴടക്കിയില്ല. കാരണം അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതായ കാര്യം യഹൂദന്മാരുടെ ശാസ്ത്രിമാർ അലക്സാണ്ടർ ചക്രവർത്തിയോട് തന്നെ പറയുവാനായിട്ടിടയായിട്ട് തീർന്നു. അതുകൊണ്ട് അലക്സാണ്ടർ ചക്രവർത്തി എന്ത് ചെയ്തു? ഇസ്രയേലിനെ മാത്രം ഈ ഹെലനിസത്തിൽ നിന്ന് ഒരു പാർട്ട് ഒഴിവാക്കുവാനായിട്ടിടയായി. പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ദാനിയേലിന്റെ പ്രവചനം വായിക്കുമ്പോ അവിടെ യവന സാമ്രാജ്യത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതും അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നതുമായ കാര്യങ്ങൾ ആര് കാണിച്ചു കൊടുത്തു? എബ്രായ ശാസ്ത്രിമാർ, എബ്രായ ഗുരുക്കൾ അത് കാണിച്ചു കൊടുക്കുവാൻ ഇടയായി കഴിഞ്ഞപ്പോ
ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നെ കുറിച്ച് പ്രവചിച്ചതായ ഈ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് മനസ്സിലാക്കി അലക്സാണ്ടർ ചക്രവർത്തി യഹൂദയെ തന്റെ ഹെലനിസത്തിൽ നിന്ന് സ്പെയർ ചെയ്യുവാനായിട്ടിടയായി. ഏതായാലും അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചു. അതിനുശേഷം വന്നതായ ടോളമി കാര്യം മനസ്സിലാക്കി വേദപുസ്തകം ലോകം മുഴുക്കെ എത്തിക്കണമെന്നുള്ളതായ ചിന്തയിൽ എബ്രായ ഭാഷയിലായിരുന്നതായ ആ തനാക്കിനെ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ തർജ്ജിമ ചെയ്യണമെന്ന് ഗ്രീക്ക് യഹൂദന്മാരോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോ യഹൂദന്മാരെ സംബന്ധിച്ച് അത് ഇഷ്ടമില്ലാത്തൊരു കാര്യം. കാരണം നേരത്തെ തന്നെ യഹൂദന്മാരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് വളരെ അഹങ്കാരമുള്ളതായ ഒരു ജനതയാണ്. വളരെ അഹങ്കാരമെന്ന് പറഞ്ഞാൽ തങ്ങളാണ് ഈ ലോകത്തിൽ മനുഷ്യരായിട്ടുള്ളത്, തങ്ങൾ മാത്രമേ മനുഷ്യരായിട്ടുള്ളൂ, തങ്ങളെയാണ് ദൈവം സൃഷ്ടിച്ചത്, ഞങ്ങളെയാണ് ദൈവം വേർതിരിച്ചത്, ഞങ്ങളുടെ പിതാവാണ് അബ്രഹാം, ആ അബ്രഹാമാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത്, ബാക്കി എല്ലാവരും ആരാണ്? ജാതികളാണ്, ജെന്റൈൽസ് ആണ്. ദൈവം മോശമുഖാന്തരം തന്നതായ ന്യായപ്രമാണം ഞങ്ങൾക്ക് വേണ്ടിയാണ്, ദൈവം ഞങ്ങളുടേതാണ്, ന്യായപ്രമാണം ഞങ്ങളുടേതാണ്, യാഗം ഞങ്ങളുടേതാണ്, ആരാധന ഞങ്ങളുടേതാണ്, ദൈവാലയം ഞങ്ങളുടേതാണ്, പ്രവചനം ഞങ്ങളുടേതാണ്, ഞങ്ങൾക്ക് മാത്രമാണ് ദൈവം, ഈ ദൈവത്തെ വേറെ ആർക്കും കൊടുക്കുകയില്ല എന്ന് പണ്ട് മുതലേ, അതായത് ആ ന്യായപ്രമാണം കയ്യിൽ കിട്ടിയതായ നാള് മുതൽ അവർ അഹങ്കരിച്ചിരുന്നതായ വിഷയമാണ്. ഇത് ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് നേരെ വിപരീതമായിരുന്നു. ആ കാര്യം നടക്കാത്തത് കൊണ്ടാണ് ഇസ്രായേലിനെതിരെ ഇത്ര വലിയ കഷ്ടതകൾ വരുവാനായിട്ടിടയായിട്ട് നിന്നത് വേറെ ചരിത്രം. പ്രൈസല്ലോ. അപ്പോ തങ്ങളുടെ ന്യായപ്രമാണം, തങ്ങളുടെ ദൈവം തങ്ങൾക്ക് തന്നതായ തങ്ങളുടെ ന്യായപ്രമാണം ബഹുജാതികൾക്ക് അല്ലെങ്കിൽ ബഹു ദൈവങ്ങൾക്ക് മുമ്പിൽ തർജ്ജിമ ചെയ്യുന്നത് പാപമാണ്, അതൊരിക്കലും ശരിയല്ല. ബഹുദൈവ വിശ്വാസികളായ ഗ്രീക്കിലേക്ക് വേദപുസ്തകം ന്യായപ്രമാണം തർജ്ജിമ ചെയ്യുകയില്ല എന്ന് യഹൂദന്മാർ ശഠിച്ചു. പക്ഷേ യഹൂദന്മാർക്ക് ആ നിർബന്ധ ബുദ്ധിയിൽ തുടരുവാനായിട്ട് കഴിയത്തില്ലായിരുന്നു. കാരണം എന്താ? കാരണം അവർ അടിമത്വത്തിലാണ്, ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അടിമത്വത്തിലാണ്. ഗ്രീക്ക് രാജാവായ ടോളമി ഫിലാദൽഫിൻ എന്ത് പറയുന്നുവോ അതവർ കേട്ടെങ്കിലേ മതിയാകത്തുള്ളൂ. അങ്ങനെ ഈ ടോളമി ഫിലാദൽഫിൻ എന്ന് പറയുന്നത് ആ ഗ്രീക്ക് രാജാവ് നിർബന്ധമായി പറഞ്ഞു, നിങ്ങൾ ഗ്രീക്കിലേക്ക് ഇത് തർജ്ജിമ ചെയ്യണം. രാജകൽപ്പനയാണ്. രാജകൽപ്പന നിറവേറ്റേണ്ടതിന് വേണ്ടി ചുരുങ്ങിയ സമയവും കൊടുത്തു. അങ്ങനെ 72 യഹൂദ ഗ്രീക്ക് പണ്ഡിതന്മാർ, അതായത് ഗ്രീക്ക് അറിയാവുന്ന, എബ്രായ ഭാഷ അറിയാവുന്ന 72 ഗ്രീക്ക് എബ്രായ പണ്ഡിതന്മാർ ഒന്നിച്ചിരുന്ന് അവര് ഈ എബ്രായ ബൈബിൾ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാനിടയായി. പറഞ്ഞ മനസ്സിലായോ? ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഗ്രഹിക്കേണ്ട വിഷയമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ പ്രധാനമുള്ളതായ വിഷയമാണ്. എബ്രായ ദൈവം എന്ന് പറയുന്നത് ഏക ദൈവമാണ്. ഏക സത്യ ദൈവം, എബ്രായ ദൈവം, യഹോവയായ ദൈവം എന്ന് പറയുന്നത് ഏക സത്യ ദൈവമാണ്. ഗ്രീക്ക് സംസ്കാരം എന്ന് പറയുന്നത് ബഹുദൈവങ്ങളാണ്. ഗ്രീക്കിനെ സംബന്ധിച്ച് വീരാരാധനയുള്ള ഒരു സംസ്കാരം. ഏത് അമാനുഷികമായ പ്രവൃത്തി ആര് ചെയ്താലും അവനെ ഒരു ദേവനായിട്ടോ ഒരു ദേവിയായിട്ടോ കരുതി അവരാരാധിക്കും. അതുകൊണ്ട് ഓരോ വിഭാഗത്തിനും ഓരോ ദൈവങ്ങൾ ഗ്രീക്കിലുണ്ടായി. ഹെർക്കുലീസ് അതുപോലെയുള്ളതായ വീരന്മാരെ
ദൈവങ്ങളായി ആരാധിപ്പാൻ ആരംഭിച്ചു. ഗ്രീക്ക് എന്തായി മാറി? ഒരു ബഹുദൈവ വിശ്വാസമായി മാറി. ഏകദൈവ വിശ്വാസത്തിന്റെ പ്രമാണങ്ങൾ ബഹുദൈവ വിശ്വാസത്തിലേക്ക് അവർ ഭാഷാന്തരം ചെയ്തപ്പോൾ, ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ, യഹൂദന്മാർ പാവനമായി കരുതിയിരുന്നതായ പല കാര്യങ്ങളും ഗ്രീക്കിലേക്ക് തെറ്റായി വിവർത്തനം ചെയ്യുവാൻ നിർബന്ധിതരായി. ഒന്ന്, നിർബന്ധിതരായി. രണ്ട്, അവരുടെ അഹങ്കാരം നിമിത്തം ഈ തർജ്ജമക്കാർ പക്കാ യഹൂദന്മാരായതുകൊണ്ട് ഞങ്ങളുടെ ദൈവത്തെ ജാതികൾ അതുപോലെ മനസ്സിലാക്കരുതെന്ന് വിചാരിച്ച് അവർ പല വാക്കുകളും പല ആശയങ്ങളും ഏകദൈവ വിശ്വാസത്തിൽ നിന്നും മാറ്റി ബഹുദൈവ വിശ്വാസത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാനിടയായി. അപ്പൊ എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്ക് ഭാഷാന്തരം ചെയ്തപ്പോ, ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ ഒറിജിനൽ മീനിങ്ങിൽ നിന്ന് ഒത്തിരി വ്യത്യാസം ട്രാൻസ്ലേറ്റ് ചെയ്തതായ ഈ യഹൂദ പണ്ഡിതന്മാർ മനഃപൂർവമായോ അല്ലാതെയോ വരുത്തുവാനിടയായി. ഏതായാലും ഈ പുസ്തകം എന്ത് ചെയ്തു? ആ ന്യായപ്രമാണം പൂർണ്ണമായും തർജ്ജിമ ചെയ്യപ്പെട്ടു. ഇത് BC 270 സംഭവിച്ച കാര്യമാണ്. അങ്ങനെ 70-ലധികം യഹൂദ പണ്ഡിതന്മാർ ഒന്നിച്ച് വിവർത്തനം ചെയ്തതുകൊണ്ട് 70 എന്നർത്ഥം വരുന്ന സെപ്റ്റുവജിന്റ് എന്ന് ഈ തർജ്ജിമയ്ക്ക് പേരും കൊടുത്തു. പിൽക്കാലത്ത് ലോകം മുഴുവനും വ്യാപിച്ചത്, പ്രചാരത്തിൽ വന്നത് ഈ സെപ്റ്റുവജിന്റ് ബൈബിളായിരുന്നു. പറഞ്ഞ മനസ്സിലായോ? അപ്പോ മൂലഭാഷയായ എബ്രായ വേദപുസ്തകത്തിൽ നിന്ന് നിർബന്ധത്താൽ ഗ്രീക്ക് പണ്ഡിതന്മാർ, യഹൂദ ഗ്രീക്ക് പണ്ഡിതന്മാർ ഇത് വിവർത്തനം ചെയ്ത് കഴിഞ്ഞു വന്നപ്പോ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാൽ ഇതിനകത്ത് പല ഏററുകളും തെറ്റുകളും വന്നുകൂടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആ രണ്ട് കാര്യങ്ങൾ എന്താണ്? ഒന്ന്, ന്യായപ്രമാണം തങ്ങളുടേത് മാത്രമാണ് എന്ന് കരുതിയിരുന്നതായ യഹൂദന്മാർക്ക് ജാതികൾക്ക് കൈമാറ്റം ചെയ്യുന്നതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് ഏകദൈവ വിശ്വാസത്തെ സംബന്ധിക്കുന്നതായ പല കാര്യങ്ങളും അവർ അത് ബഹുദൈവ വിശ്വാസത്തിലേക്ക് മാറ്റി, മനഃപൂർവമായി മാറ്റി. പിന്നെ രാജകൽപ്പന നിലനിന്നത് കൊണ്ട്, അവരുടെ മേൽ നിർബന്ധവും വന്നതുകൊണ്ട് അന്ന് നിലവിലിരുന്നതായ മനസ്സിലാകത്തക്കതായ ഭാഷയിൽ എന്ത് ചെയ്തു? അത് മാറ്റം ചെയ്യുവാനിടയായി. ഇങ്ങനെ മാറ്റം ചെയ്തതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം, ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. വേദപുസ്തകത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് കൊടുത്തിരിക്കുന്ന പേര്, യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, അവൻ എന്ത് ചെയ്യണം? അവന് യഹോശുവ എന്ന പേരിടണം. യഹോശുവ. യേശുവിന് എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്നതായ എഴുതപ്പെട്ടതായ പേര് യഹോശുവ എന്നാണ്. ആ യഹോശുവ എന്നതായ പേര് ഗ്രീക്കിലേക്ക് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ ആ പേരിന് ഗ്രീക്കിലെ ഒരു ദൈവമായ ഇസൂസു എന്ന പേര് കൊടുക്കുവാനായിട്ടിടയായി. ഇസൂസു എന്ന് പേര് കൊടുത്തു. ആ ഇസൂസു എന്ന് പറയുന്നതായ പേര് പിന്നെ അത് തർജ്ജിമ ചെയ്ത് ജീസസും നമ്മുടെ കയ്യിലിരിക്കുന്നതായ യേശുവുമായി മാറ്റപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് യേശു എന്ന് വിളിക്കുന്നതും പറയുന്നതും തെറ്റെന്നല്ല ഞാൻ ഈ പറഞ്ഞു വന്നത്. ഇങ്ങനെ ഭാഷാന്തരം വന്നതായ അനേക കാര്യങ്ങൾ എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലുണ്ട് എന്ന് പറയുവാനായിട്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത്. അപ്പോ അന്നത്തെ ആൾക്കാർക്ക് വരുവാനിരിക്കുന്നതായ മെസ്സിഹ ദൈവമാണ് എന്ന് മനസ്സിലാക്കേണ്ടതിന് ഗ്രീക്കിൽ അന്ന് നിലവിലിരുന്നതായ ഒരു ദേവന്റെ പേര് കൊടുക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അത് മനഃപൂർവ്വം കൊടുത്തതാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം പേരുകൾ തർജ്ജമ ചെയ്യുമ്പോ പേരുകൾക്കൊരിക്കലും മാറ്റം വരുവാൻ
പാടില്ലാത്തതാണ്. കാരണം എൻ്റെ പേര് ജോൺ എന്ന് പറയുന്നത് ഏത് ഭാഷയിലും ജോൺ എന്ന് തന്നെ ഉച്ചരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ചൈനീസുകാരൻ വേറൊരു ഭാഷയിൽ വേറൊരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അക്സെപ്റ്റബിൾ അല്ല. എൻ്റെ പേര് യുഹാൻ എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ ഞാൻ പറയും അങ്ങനെയല്ല, എൻ്റെ പേര് JOHN ജോൺ എന്നാണ് എന്ന് തീർത്ത് പറയും. പ്രൈസ് ദി ലോർഡ്. പേര് മാറ്റിയുള്ള കളി ആരും ഇഷ്ടപ്പെടുന്നതായ കാര്യമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോ അങ്ങനെ വന്നതായ നാലാമത്തെ തർജ്ജിമയാണ് സെപ്റ്റുവജിന്റ് ബൈബിൾ. ഇത് 72 യഹൂദ ഗ്രീക്ക് പണ്ഡിതന്മാർ രാജാവിനെ തൃപ്തിപ്പെടുത്തുവാൻ തർജ്ജിമ ചെയ്യപ്പെട്ടതാണ്. പിൽക്കാലത്ത് ഏറ്റവും പ്രചാരമായി തീരുന്നത് സെപ്റ്റുവജിന്റ് ആണ്. എന്തുകൊണ്ട് അത് ഏറ്റവും പ്രചാരമായി തീർന്നു? ക്രിസ്തുവിന് മുമ്പ് ഏറ്റവും പ്രബലമായ ഒരു സാമ്രാജ്യമായി സംസ്കാരമായി ഗ്രീക്ക് സംസ്കാരം മാറുവാനിടയായി. എല്ലാ തത്വശാസ്ത്രങ്ങളും, എല്ലാ സയന്റിഫിക് ഗ്രന്ഥങ്ങളും, എല്ലാ മെഡിക്കൽ ഗ്രന്ഥങ്ങളും, എല്ലാ മാത്തമാറ്റിക്സ് സംബന്ധിക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളുടെയും ബേസിക് ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഉപയോഗിക്കുന്നതായ പല മെഡിക്കൽ ടേംസും ഗ്രീക്ക് പദങ്ങളാണ്. പല മെഡിക്കൽ പദങ്ങളും ഗ്രീക്ക് ഓറിയന്റഡ് പദങ്ങളാണ്. അതുപോലെ മാത്സ് പഠിക്കുന്നവർക്കറിയാം, ഫിസിക്സ് പഠിക്കുന്നവർക്കറിയാം, മാത്സിൽ ഉപയോഗിക്കുന്നതായ പല ഫോർമുലകളും പല സിംബലുകളും ഗ്രീക്ക് സിംബലുകളാണ്. ആൽഫ, ബീറ്റ, ഗാമ, എപ്സിലോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒത്തിരി ഫോർമുലാസ് മാത്സിലും ഫിസിക്സിലും ഒക്കെ ഉണ്ട്. അതെല്ലാം ഗ്രീക്കിന്റെ ബേസിലാണ്. എന്തുകൊണ്ട്? അലക്സാണ്ടറിന്റെ ആ പുറപ്പാടോടുകൂടെ ലോക സംസ്കാരം മുഴുവനും ഗ്രീക്ക് കീഴടക്കി. അങ്ങനെ ഗ്രീക്ക് ജ്ഞാനം, വൈജ്ഞാനിക മണ്ഡലം മുഴുവനും, വിസ്ഡം വേൾഡ് മുഴുവനും ഗ്രീക്കിന്റെ അണ്ടറിലായി. ടെക്നിക്കൽ തത്വശാസ്ത്രം മുഴുവനും ഗ്രീക്കിന്റെ അണ്ടറിലായി. എല്ലാ വൈജ്ഞാനിക വിഭാഗങ്ങളും ഗ്രീക്കിന്റെ അണ്ടറിലായി. അതുകൊണ്ട് ഗ്രീക്ക് ലാംഗ്വേജ് പഠിക്കുവാൻ എളുപ്പമായതുകൊണ്ടും വായിക്കുവാനും ഗ്രഹിക്കുവാനും അത് മീനിങ് ഫുൾ ആയതുകൊണ്ടും ഈ ഗ്രീക്ക് ലാംഗ്വേജ് ലോകം മുഴുവനും വ്യാപിപ്പാനിടയായി. അങ്ങനെ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത സെപ്റ്റുവജിന്റ് ബൈബിൾ ലോകം മുഴുവനും ആധിപത്യം പുലർത്തുവാനിടയായി. ശരിയായിട്ടുള്ളതായ എബ്രായ ബൈബിളിൽ നിന്ന് വളരെ വ്യത്യാസം പഠിക്കുന്നതായ ഒരു പഠിതാവിന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇതിനകത്തുള്ളതായ വ്യത്യാസം. ഇന്നും വേദപുസ്തകത്തിന്റെ മിക്കവാറുമുള്ളതായ തർജ്ജിമകളെല്ലാം ഈ സെപ്റ്റുവജിന്റിനെ ബേസ് ചെയ്താണ്. നമ്മുടെ കയ്യിലിരിക്കുന്നതായ വേദപുസ്തകവും ഒരു പാർട്ട് അതിന് ഈ സെപ്റ്റുവജിന്റ് ബൈബിളുമായിട്ട് ബന്ധമുണ്ട്. അത് മുഴുവനും ഡയറക്റ്റ് എബ്രായ ഭാഷയിൽ നിന്നുള്ളതായ വിവർത്തനങ്ങളല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വേദപുസ്തകം പഠിക്കുമ്പോൾ ചില വാക്കുകളെങ്കിലും ചില കാര്യങ്ങളെങ്കിലും ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മെ കുഴപ്പത്തിലാക്കുവാൻ വരുന്നവരോട് ഉത്തരം പറയേണ്ടതിന് വേദപുസ്തകത്തിന്റെ ശരിക്കുള്ളതായ അർത്ഥം മനസ്സിലാക്കിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പോകട്ടെ, അത് നമുക്ക് പുറകെ അതിനുള്ളതായ ചില കാര്യങ്ങൾ പിന്നെ അത് ചിന്തിക്കാം. അപ്പൊ നാലാമത്തെ വേദപുസ്തകത്തെ കുറിച്ചുള്ളതായ അറിവ് ഞാൻ നിങ്ങൾക്ക് തന്നു. ഇത് ഒരിക്കലും മറന്നു പോകരുത്. ഇത് നമ്മുടെ ചിന്തയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് അടുത്തത് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ക്രിസ്തുവിന് ശേഷം 20-ാം നൂറ്റാണ്ട് വരെയുള്ളതായ പ്രധാനപ്പെട്ടതായ ചരിത്രപരമായ തർജ്ജിമകളാണ്. ഒത്തിരി ട്രാൻസ്ലേഷൻസ് അതിനുശേഷം ഉണ്ടായി. ക്രിസ്തുവിന് മുമ്പ് കർത്താവിന്റെ സമയത്ത് നിലവിലിരുന്ന യഹൂദന്മാർ ഉപയോഗിച്ചിരുന്ന എബ്രായ ബൈബിളാണ് ആ സമയത്ത് ഉപയോഗിക്കപ്പെട്ടിരുന്ന യഹൂദന്മാരല്ല,
മറ്റുള്ളവർ ഉപയോഗിച്ചിരുന്നതായ തനാക്ക് അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന് പറയുന്നത് സെപ്റ്റുവജിന്റ് ബൈബിൾ ആയിരുന്നു എന്നുള്ള കാര്യം കൂടെ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. 7-ാം നൂറ്റാണ്ട് വരെയുള്ളതായ കാലഘട്ടങ്ങളിൽ 8 ബൈബിൾ തർജ്ജമകൾ ഉണ്ടായിട്ടുണ്ട്. അപ് ടു 8th century there were 8 translations has been produced. അപ്പൊ ഏതാണ്ട് 8 ട്രാൻസ്ലേഷൻസ്, അത് ഞാൻ വേറെ വിശദമായിട്ടൊന്നും പോകുന്നില്ല, ജസ്റ്റ് അതിന്റെ പേര് മാത്രം നിങ്ങളുടെ അറിവിലേക്ക് ഒന്ന് പറഞ്ഞു പോകാം. ക്രിസ്തുവിന് ശേഷം 4-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ തർജ്ജമയാണ്, അതായത് AD 382 ഉണ്ടായ തർജ്ജമയാണ് ലാറ്റിൻ വൾഗേറ്റ് എന്ന് പറയുന്നതായ തർജ്ജമ. അത് റോമൻ ഭാഷയായ ലാറ്റിനിലേക്ക് അവിടുത്തെ പ്രായോഗിക ഭാഷ, സാധാരണ ഭാഷ, വൾഗേറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ കോമൺ ലാംഗ്വേജ് എന്നതിന്റെ അർത്ഥം. അപ്പോ കോമൺ ലാംഗ്വേജിലേക്ക് സാധാരണക്കാരായ റോമക്കാർ ഉപയോഗിക്കുന്നതായ ഭാഷയിലേക്ക് അത് തർജ്ജമ ചെയ്യപ്പെടുവാനായിട്ടിടയായി AD 382. അതിനുശേഷം കോഡെക്സ് സൈനാറ്റിക്കസ് വന്നു, കോഡെക്സ് വത്തിക്കാനസ് വന്നു, കോഡെക്സ് അലക്സാൻഡ്രിയസ് വന്നു, ദ കോപ്റ്റിക് വെർഷൻ, ദ എത്യോപ്പിക് വെർഷൻ, ദ ഗോത്തിക് വെർഷൻ, ദി അമേരിക്കൻ വെർഷൻ. ഇത് 4-ാം നൂറ്റാണ്ട് വരെയുള്ളതായ തർജ്ജമകളാണ്. 4-ാം നൂറ്റാണ്ടിന് ശേഷം വേദപുസ്തക തർജ്ജമകൾ ഫ്രീക്വന്റ് ആയിട്ട് വരുവാനായിട്ടിടയായിട്ട്. ഇതെല്ലാം തർജ്ജമകളാണ് കേട്ടോ, ട്രാൻസ്ലേഷൻസ് ആണ്. ഇതൊന്നും ഒറിജിനൽ ബൈബിൾ അല്ല. എന്താണ്? ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നതായ വാക്ക് മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുമ്പോ ആദ്യത്തെ ഭാഷയിൽ എന്ത് ആശയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നുവോ അതേ ആശയം ചിലപ്പോ എടുക്കാനൊക്കാതെ വരും. കാരണം ലാംഗ്വേജിന്റെ, ഭാഷയുടെ വ്യത്യാസം അങ്ങനെയാണ്. ഭാഷയുടെ വൈകല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, അത് ഭാഷയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിലെ തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. അത് ജസ്റ്റ് ഒരു വ്യത്യാസമാണ്, ഒരു എററെന്ന് മാത്രമേ നമുക്ക് പറയുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോ 4-ാം നൂറ്റാണ്ട് വരെ 8 തർജ്ജമകളാണ് ഉണ്ടായിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എഴുതുവാൻ താല്പര്യമുണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഇതും കൂടെ ഞാൻ പറഞ്ഞു പോകാം. ലാറ്റിൻ വൾഗേറ്റ്, 2 കോഡെക്സ് സൈനാറ്റിക്കസ്, 3 കോഡെക്സ് വത്തിക്കാനസ്, 4 കോഡെക്സ് അലക്സാൻഡ്രീനസ്, 5 കോപ്റ്റിക് വെർഷൻ, 6 എത്യോപ്പിക് വെർഷൻ, 7 ഗോത്തിക് വെർഷൻ, 8 അമേരിക്കൻ വെർഷൻ. ഇനി മുന്നോട്ട് പോവാം. അതിനുശേഷം 7-ാം നൂറ്റാണ്ടിന് ശേഷം, ഏതാണ്ട് AD 600 ശേഷം വന്നതായ അനേക തർജ്ജിമകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. 24-ലധികം തർജ്ജിമകൾ ഈ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടം വരെ ഉണ്ടായതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഞാൻ എല്ലാം ഒന്നും പറഞ്ഞു പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാം നമുക്ക് അതിന്റെ ആവശ്യവുമില്ല. വേദപുസ്തകം മൊത്തം ആദ്യമായി തർജ്ജമ ചെയ്യപ്പെട്ടതായ മനുഷ്യനെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് 1320 മുതൽ 1380 വരെയുള്ളതായ 84 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നതായ ജോൺ വിക്ലിഫാണ്. അതിനുശേഷം വില്യം ടിൻഡെയിൽ വന്നു 1525. ഇന്ന് നമ്മുടെ കയ്യിൽ നമ്മൾ ഉപയോഗിക്കുന്ന കിങ് ജെയിംസ് വെർഷൻ, അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് വില്യം ടിൻഡെയിൽ എന്ന് പറയുന്നതായ അഗാധ പണ്ഡിതനാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ളതായ ഒരു ഡോക്യുമെന്ററി ചില നാളുകൾക്ക് മുമ്പ് എബിൻ കാണിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. എബിൻ നേരത്തെ അത് കാണിച്ചതാ. വില്യം ടിൻഡെയിൽ
അതിനോടുള്ളതായ ബന്ധത്തിൽ അനുഭവിച്ചതായ കഷ്ടതകളും യാതനകളും അന്ന് യബിന് നമ്മുടെ സ്ക്രീനിൽ കാണിക്കുവാനായിട്ടിടയായി. അത് 1525 1500-കളിൽ ഒത്തിരി വേർഷൻസ് ഉണ്ടായിട്ടുണ്ട്. മോഡേൺ ഇംഗ്ലീഷ് പീരീഡ് അത് ഏതാണ്ട് 1500 ശേഷം മോഡേൺ ഇംഗ്ലീഷ് പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. ആ മോഡേൺ ഇംഗ്ലീഷ് പീരീഡിൽ പിന്നെ വേദപുസ്തക തർജ്ജിമകളുടെ ഒരു വലിയ ഘോഷയാത്രയായിരുന്നു. ഒത്തിരി ഭാഷകളിൽ അത് വിവർത്തനം ചെയ്യപ്പെടുവാനായിട്ടിടയായി. ഞാൻ സ്ക്രീന് മുമ്പോട്ടെടുക്കുകയാണ്. കിങ് ജെയിംസ് വെർഷനെ കുറിച്ച് മാത്രം നമുക്കൊന്ന് ചിന്തിച്ച് കടന്നു പോകാം. ദ കിങ് ജെയിംസ് വെർഷൻ ഇൻ 1611, one of the first tasks which King James I faced upon mounting his throne at the beginning of 17th century was the reconciliation of various religious parties within his kingdom. അതായത് കിങ് ജെയിംസ് എന്ന് പറയുന്നതായ രാജാവ് താന് സ്ഥാനാരോഹണം ചെയ്ത് കഴിഞ്ഞപ്പോ അന്ന് നിലവിലിരുന്നതായ മതങ്ങളെ എല്ലാം ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയുള്ളതായ ഒരു ശ്രമത്തിലേക്ക് താൻ വരുവാനായിട്ടിടയായി. The King James Version began with the request by Puritan spokesman Dr. Reynolds of Oxford concerning the feasibility of a new Bible translation. ഒരു പുതിയ ബൈബിൾ ട്രാൻസ്ലേഷന്റെ ആവശ്യകത ഉണ്ട് എന്ന് കിട്ടിയതായ അറിവനുസരിച്ച് ജെയിംസ് agreed almost at once. He had disliked the popular Geneva Bible because of his thoughts. He also realized that neither the Geneva nor the Great nor the Bishop's version could be held by him as a rallying point for Christian. അത് മുൻപറഞ്ഞതായ വേർഷൻസ് ഒന്നും ശരിയായിട്ടുള്ളതല്ല എന്നുള്ളതായ ചിന്തയുടെ അടിസ്ഥാനത്തിൽ കിങ് ജെയിംസ് വെർഷൻ അല്ലെങ്കിൽ രാജാവായ ജെയിംസ് ഈ വേദപുസ്തകം അന്നത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ അദ്ദേഹം തീരുമാനിക്കുവാനായിട്ടിടയായി. അങ്ങനെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ പണ്ഡിതന്മാർ ട്രാൻസ്ലേറ്റ് ചെയ്തതായ വേദപുസ്തകമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കിങ് ജെയിംസ് വെർഷൻ. പക്ഷേ അന്നത്തെ വെർഷൻ അല്ല ഇന്നത്തെ വെർഷൻ. അന്ന് താനത് വില്യം ടിൻഡയിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അതിന്റെ ശൈശവത്തിലായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും അതിന്റെ ലോ സ്റ്റാൻഡേർഡിലായിരുന്നു. പല വാക്കുകൾക്കും ഇംഗ്ലീഷ് വാക്കുകൾ ഇല്ലാത്ത ഒരു സമയമായിരുന്നു അത്. അതുകൊണ്ട് എന്തെന്നറിയാമോ, വില്യം ടിൻഡയിൽ തന്നെ പല വാക്കുകളും ഉണ്ടാക്കി തൻ്റെതായ പാണ്ഡിത്യത്തിൽ പല വാക്കുകളും ഉണ്ടാക്കി സെപ്റ്റുവജിന്റിൽ നിന്നും അതുപോലെ ഹീബ്രു ലാംഗ്വേജിൽ നിന്നും വിവർത്തനം ചെയ്തപ്പോ അതിന് സമാന്തരമായ വാക്കുകൾ ഇല്ലാതിരുന്നത് കൊണ്ട് താൻ തന്നെ ഉണ്ടാക്കിയതായ വാക്കുകൾ അന്ന് കൊടുക്കുവാനായിട്ടിടയായി. പക്ഷെ അത് കൊടുക്കുമ്പോ അന്ന് അദ്ദേഹം തൊട്ടടുത്ത കോളത്തിൽ ഇന്ന വാക്കിന് എബ്രായ ഭാഷയിൽ ഇന്നതാണ് അർത്ഥം, ഇന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ ഇന്നതാണ് ആശയമെന്ന് അദ്ദേഹം എഴുതി ചേർത്തിരുന്നു. പക്ഷേ കിങ് ജെയിംസ് വേർഷൻ പിന്നെ റിവൈസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോ ആ കോളം വിശകലനമൊക്കെ പിന്നത്തതിൽ അത് മാറ്റപ്പെടുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. ഏതായാലും വളരെ കാലങ്ങൾ കഴിഞ്ഞ് നമ്മുടെ കൈവശമുള്ളതായ ഈ മലയാളം വേദപുസ്തകത്തിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഏതാണ്ട് 24 വിവർത്തനങ്ങൾ മോഡേൺ പീരീഡ് ഉണ്ടായി. അതിൽ ഒടുവിൽ 1971 വന്നതായ ദ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളാണ്. എന്നാൽ ഏതാണ്ട് 19-ാം നൂറ്റാണ്ടുകൂടെയാണ് നമ്മുടെ കയ്യിരിക്കുന്നതായ മലയാളം വേദപുസ്തകം വന്നത്. മലയാളം വേദപുസ്തകത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇടയ്ക്ക് വന്നതായ
തെറ്റായിട്ടുള്ളതായ ഒരു തർജ്ജമയും കൂടി ഇന്ന് ഉപയോഗിക്കുന്ന റോമൻ കാത്തലിക്സ് ഉപയോഗിക്കുന്നതായ ബൈബിളിനെ കുറിച്ചുള്ളതായ ഒരു ചെറിയ പഠനം കൂടെ ആവശ്യമാണ്. അത് നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം.